ഹലോ ഹായ് എവരി വൺ. സ്ട്രാറ്റജീസിനെ പറ്റി സംസാരിക്കുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എക്സ്പയറി ഡേയ്സ്, നിഫ്റ്റി എക്സ്പയറി ഉണ്ട്, നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി. ഈ എക്സ്പയറി ഡേയ്സിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൂളായിട്ട് ഇരുന്ന് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും നമുക്കൊന്നും കൂടി കുറച്ചൊരു ക്ലാരിഫൈഡ് നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് കാണാം എന്നൊക്കെ ഉള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് അതോടൊപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് DM ചെയ്ത് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് മീൻസ് ആ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ മിക്കവാറും നമ്മൾ എക്സ്പയറി ഡേയ്സിന് അത് മാക്സിമം ഫോളോ ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈസ് ആക്ഷനും കൂടി അറിയാൻ പറ്റുകയാണെങ്കിൽ മീൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി നമുക്ക് മിനിമം ലോസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടണതാണ്. നമ്മൾ ഓൾറെഡി ടെലഗ്രാം നമ്മുടെ ചാനലിലെ മിക്കവാറും എക്സ്പയറി ഡേയ്സിനൊക്കെ ഇനി നിഫ്റ്റിയോ നിഫ്റ്റിയോ ഏതാണ് നമുക്കൊരു കംഫേം മീൻസ് ഒരു കംഫർട്ടായിട്ട് വരുന്ന എക്സ്പയറീസ് ഒക്കെ വരിക, അവിടെ നമ്മൾ മിക്കവാറും നമ്മൾ അത് ചെയ്യാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. മിക്കതിൽ നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ്. മീൻസ് അതിൻ്റെ ലോസ് വളരെ കുറവാണ് വന്നേക്കുന്നത്. ഇനി ലോസ് വന്നാൽ തന്നെ നമുക്ക് അതിലും നമ്മൾ ഹിറ്റ് ആവുന്നത് നമുക്ക് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ എല്ലാവരും സ്ട്രാറ്റജീസ് ഒക്കെ മീൻസ് മനസ്സിലാക്കാൻ നോക്കുക. സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്താൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ എല്ലാ വീക്കിലും നമുക്ക് ഓരോ ട്രെൻഡിങ് മാർക്കറ്റ് ആവില്ലല്ലോ. മീൻസ് ട്രെൻഡിങ് മാർക്കറ്റ് എപ്പോഴാണ് വന്നത്? ട്രെൻഡിങ് മാർക്കറ്റ് ഒരു 1 വീക്കിൽ കൂടിപ്പോയ 1-2 ദിവസം മാത്രമായിരിക്കും നമുക്കൊരു ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടുക. അതല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആവും. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന, കൂളായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന, ഒരു ടെൻഷനോ ബൈയിങ്ങിന്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് കാണാൻ നോക്കുക. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങൾ മീൻസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നും കൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് കയറാം. ലാസ്റ്റ് നമ്മളൊരു സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു, നമ്മൾ ബഡ്ജറ്റ് ഡേയ്സിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ബട്ട് ലോങ് സ്ട്രാഡിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് തരാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ നമ്മൾ നല്ലൊരു വോളറ്റാലിറ്റി പ്രതീക്ഷിച്ചു, ബട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ബട്ട് അതല്ല നമ്മളൊരു സ്ട്രാറ്റജിയിൽ എനിക്ക് തേഴ്സ്ഡേ ആയിരുന്നു എക്സ്പയർ. അപ്പോൾ വെനസ്ഡേയിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു, അത് 2% പ്ലസ് ഈസി ആയിട്ട് നമുക്കത് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. 2.4% അടുത്താണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതെല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ഇതൊക്കെ ഇട്ടായിരുന്നു. മീൻസ് മറ്റേതിൽ അത്യാവശ്യം നമ്മൾ ലോങ് സ്ട്രാറ്റജി പറഞ്ഞത് മിക്കവരും കണ്ടിട്ടുണ്ട്. ബട്ട് നമ്മുടെ സ്പെഷ്യൽ സ്ട്രാറ്റജി ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു ബ്രേക്ക് ഈവൺ നമ്മുടെ 3%ന്റെ മേളിൽ നമുക്ക് ബ്രേക്ക് ഈവൺ ഇത് കിട്ടിയാൽ, അത്രയും ലോങ്ങില് നമുക്ക് ബ്രേക്ക് ഈവൺ കിട്ടിയ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഷെയർ ചെയ്തത്. ബട്ട് അതിന്റെ വ്യൂസ് അത്രയും കുറഞ്ഞു പോയി. ബട്ട് എത്ര പേര് അത് ഉണ്ടാക്കി മീൻസ് അത് കണ്ട് എന്നൊന്നും അറിയില്ല. നിങ്ങൾ അങ്ങനത്തെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് പ്രോഫിറ്റും പെർസെൻറ്റേജ് വൈസ് പ്രോഫിറ്റും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ബൈയിങ്ങിന്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അത് നിങ്ങൾക്ക് ഇറക്കാം. പിന്നെ ഓപ്ഷൻ ബൈയിങ് എക്സ്പേർട്ടൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ബട്ട് നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് മാർക്കറ്റിൽ ഇരിക്കണം, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജീസ് പരീക്ഷിക്കുക. ഇഷ്ടംമാതിരി സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ലോസ് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം എല്ലാവരും അത് ഫോളോ ചെയ്യുക. ആൻഡ് ടെലിഗ്രാം ചാനലിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് അതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ സെൻസിബിളില് അപ്പൊ ഇത് നമ്മൾ സെൻസിബിളിലേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മൾ ഇന്ന് മീൻസ് എക്സ്പയറി ഡേ ആണത് നമുക്ക് തേഴ്സ്ഡേ ആണ്. ബട്ട് ഇന്ന് നമ്മൾ ഒരു ഇത് വെച്ചിട്ട് കാണിക്കുകയാണ്, ഏകദേശം ആ ഒരു ലെവലിലൊക്കെ തന്നെ ആയിരിക്കും മീൻസ് എക്സ്പയറി ഡേക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ കസ്റ്റം ബിൽഡിംഗ് സ്ട്രാറ്റജിയിൽ വരാം. അതിൽ വന്നിട്ട് നമുക്ക്
ഇതിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ഒരു അപ്സൈഡിലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സൈഡിൽ ക്രിയേറ്റ് ചെയ്യുക. അതല്ല മീൻസ് ഒരു ലോ സൈഡ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു നമുക്ക് എവിടെയാണോ നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഈ മാർക്കറ്റ് ബിയറിഷ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ആ സൈഡിൽ സെറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് സൈഡിൽ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു റേഞ്ച് കിട്ടും. ആ റേഞ്ചിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് എടുക്കാം. നമുക്ക് FIDA ഡാറ്റ ഒക്കെ നോക്കാറുണ്ടല്ലോ. സോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് അത് വെച്ച് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു അറ്റ് ദ മണിയിൽ 21,850 ആണല്ലോ. നമ്മൾ 800 വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇത് ആക്ച്വലി ഇതിനെ പറയുന്നത് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി എന്നാണ്. അറിയുന്നവരുണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെല്ലിങ് 2 ഓപ്ഷൻ മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിന്റെ അടുത്ത് 2 കോൾ ഓപ്ഷൻ സെല് ചെയ്യുക. 2 കോൾ ഓപ്ഷൻ സെല് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ഒരു മീൻസ് എന്താ പറയാ മേളിലേക്ക് എത്ര കിട്ടും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് വൈസ് നിങ്ങളെ എങ്ങനെ എടുക്കാൻ പറ്റും ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോ ഞാനൊരു 700 ഒരു 100 പോയിന്റ് മീൻസ് താഴേക്ക് ഡൗൺ സൈഡ് 100 പോയിന്റ് ബൈ ചെയ്തു. ആൻഡ് 100 പോയിന്റ് തന്നെ താഴേക്ക് ഞാൻ ബൈ ചെയ്യാണ്. 800 എന്ന് പറയുമ്പോൾ 700 മേളിലും താഴെ 900. അപ്പോൾ 100 പോയിന്റ് താഴേക്കും 100 പോയിന്റ് മേളിലേക്കും ഞാൻ ബൈ ചെയ്തു. ഇതിലപ്പോ നമുക്ക് മാക്സിമം ലോസ് വന്നേക്കുന്നത് എത്രയാ? ഇതിൽ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 0.58 ആണ്. ഇത് നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി 0.58 നിങ്ങൾ ഇത് നിൽക്കും എന്നുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ ഈ 0.58 സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അതല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, അതിലേക്ക് കുറച്ചും കൂടി ഒരു ഏരിയ വേണം എന്നാണെങ്കിൽ 21,600 സെലക്ട് ചെയ്യുക. 21,600ഉം 22,000ഉം സെറ്റ് ആക്കാം. അപ്പോൾ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 2%, മാക്സിമം പ്രോഫിറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. 20% വരില്ല, 2% വരും, ഒരു 5%. അത് ഇന്ന് മൺഡേ ആയതുകൊണ്ടാണ് നമുക്ക് എന്താക്കുന്നത് ഒരു 20% വരുന്നത്. അപ്പോൾ ഈ ലോസ് ഏകദേശം സെയിം ആയിട്ട് തന്നെ നിൽക്കും. ബട്ട് നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് നോക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവല് ക്ലിയർ ചെയ്തിട്ട് തന്നെ ഞാൻ പറയുന്നു. ആ ലെവലിൽ നമുക്കൊരു ബുള്ളിഷ് ആണെങ്കിൽ അവിടെ നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് സോണോ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ തട്ടി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അപ്പൊ അങ്ങനെ നിൽക്കും. ഒരു ഹാഫ് മീൻസ് ഒരു 15 ഒരു 30 മിനിറ്റ് ഒരു 30 മിനിറ്റ്സിലൊക്കെ നോക്കിയിട്ട് മാർക്കറ്റിന്റെ ഒരു പ്രൈസ് ആക്ഷനും കൂടി നോക്കി നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് 2% ഒരു ലോസും 20% ആകുമ്പോൾ ഇന്ന് വെച്ചുകൊണ്ടാണ്. ബട്ട് നമുക്ക് എങ്ങനെ വന്നാലും അതിന്റെ ഒരു 4% വന്നാൽ 1:2 ട്രേഡ് ആയി. ഒരു 5% വന്നാൽ 5% ഒക്കെ കിട്ടാൻ മാക്സിമം ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇതിനെ സെറ്റ് ആക്കുക. അപ്പോ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത് ആ ലെവലിൽ വെച്ചിട്ട് 2 കോൾ ഓപ്ഷൻ സെല് ചെയ്യുക. ആൻഡ് അതിന്റെ ഒരു 100 പോയിന്റ് എവേ വെച്ചിട്ട് ഫസ്റ്റ് നോക്കുക. 100 പോയിന്റ് എവേ വെച്ചിട്ട് നോക്കിയിട്ട് 100 പോയിന്റ് എവേയില് 2 സൈഡും, അതായത് അപ്പർ സൈഡും ഡൗൺ സൈഡും മീൻസ് അപ്പർ സൈഡ് ഇപ്പോൾ 21,800 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 21,700 ചെയ്തല്ലോ. 21,700 നോക്കുക ആൻഡ് 21,900 നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര ലോസ്, ചെറിയ ലോസ് ആണെങ്കിൽ കുറച്ചും കൂടി ലോസ് കൂടാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി റേഞ്ച് കിട്ടും എന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 700 എടുക്കുമ്പോൾ 700ഉം 900 എടുക്കുമ്പോൾ നമുക്ക് റേഞ്ച് കുറവായിരുന്നു. നമ്മുടെ റേഞ്ച് വളരെ കുറവാണ്. ബട്ട് നമ്മൾ കുറച്ചും കൂടി റേഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 2 സൈഡിലും കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ബ്രേക്ക് ഈവൺ വന്നത് 1%, 0.6%, മേളിലേക്ക് 0.6% വന്നിട്ടുണ്ട്. താഴെ നമുക്ക് -1.1% വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബ്രേക്ക് ഈവൺ അപ്പൊ കൂടും. ബ്രേക്ക് ഈവൺ കൂടി അപ്പോൾ ലോസ് കുറച്ച് കൂടും. ഈ ലോസിന് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റാവുന്ന ഒരു ലോസ് അല്ലെങ്കിൽ മാക്സിമം 1%ന്റെ ലോസ് എങ്കിലും നിങ്ങളൊന്ന് വെച്ചിട്ട് എക്സ്പയറി ഡേയ്സിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി എന്നാണ് ഇതിന്റെ പേര്. സോ അപ്പൊ എല്ലാവരും നമ്മൾ മാക്സിമം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ എങ്ങനെയാണോ നമുക്കൊരു 30 മിനിറ്റ്സ് നമ്മൾ നോക്കും. ഏകദേശം ഒരു 10 മണി സമയത്താണ് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഹോൾ മാർക്കറ്റ് ഒന്ന് സെറ്റ് ആവണം അപ്പോഴാണല്ലോ. അപ്പൊ നമുക്ക്
മാർക്കറ്റ് സൈഡ് വേസ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് സ്ലോ മൂവ്മെന്റ് ആണോ? അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിനേക്കാളും കൂടുതൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ ഇനി ഇതിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മാക്സിമം നമുക്ക് എക്സ്പയറി ഡേയ്സ് എന്നൊക്കെ പറയുന്നത് സൈഡ് വേസ് എക്സ്പയറീസ് ആയിരിക്കും. ആൻഡ് എന്താ പറയുക, എപ്പോഴും നമുക്കൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ്, ഒരു ട്രെൻഡിങ് എക്സ്പയറീസ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമാണ് വരാറ്. അപ്പോൾ അയൺ കൗണ്ടറിനേക്കാളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. മാക്സിമം നമ്മൾ ടെലിഗ്രാമിലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കിട്ടും. ആൻഡ് നല്ല ഡേയ്സിൽ, നമുക്ക് കൺഫേം ആയിട്ടുള്ള ഡേയ്സിൽ മാത്രമാണ് നമ്മൾ ഇത് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും DM ചെയ്ത് ചോദിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. ദെൻ നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.